വിഘ്നേഷ് പോയി കഴിഞ്ഞതും പുറകെ വരുണ് നടന്നു വരുന്നുണ്ടായിരുന്നു. ഇന്നും ജീൻസും സ്ലീവ്ലെസ് ടോപ്പുമാണ് അവളുടെ വേഷം. കല്യാണി നടന്നു വരുന്ന വരുണയെ നോക്കി നിന്നു. അവൾ എത്ര സ്മാർട്ടാണ് എന്ന് തോന്നി കല്യാണിക്കും. എവിടെയും തനിച്ചു പോകാൻ അറിയുന്നവൾ, ആരോടും തൻ്റെ അടുത്തോട് സംസാരിക്കാൻ അറിയുന്നവൾ, ഇടുന്ന ഡ്രസ്സിൽ പോലും കോൺഫിഡൻസ് ഉള്ളവൾ, തറുതല പറയാൻ അറിയുന്നവൾ. തൻ്റെ അടുത്തേക്ക് വരുണ എത്തുന്നതുവരെ വരുണയെക്കുറിച്ച് ചിന്തയിലായിരുന്നു കല്യാണി. എന്തേ തനിക്ക് മാത്രം ഇതിനൊന്നും കഴിയുന്നില്ല എന്ന സംശയവും അവളിൽ ഉളവായി. നേരത്തെയാണോ? ബസ് സ്റ്റോപ്പിലേക്ക് കയറിക്കൊണ്ട് കല്യാണിയോട് വരുണ ചോദിച്ചു. അവൾ ചോദിച്ചതിന് കല്യാണി ഒന്ന് മൂളി. നമ്മൾ പോകുന്ന ബസ്സില്ലെന്ന് കണ്ടക്ടർ ചേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. സ്റ്റോപ്പിലേക്ക് കയറിയ പാടെ കല്യാണിയോട് വരുണ പറഞ്ഞു. അവരുടെ നമ്പർ നിൻ്റെ കയ്യിലുണ്ടോ? കല്യാണിക്ക് സംശയമായി. ഇന്നലെ ഞാൻ ആ ചേട്ടൻ്റെ നമ്പർ വാങ്ങിച്ചു. ഇതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? തെല്ലും കൂസലില്ലായ്മയോടെ പറയുന്ന വരുണയെ കണ്ണുമിഴിച്ച് നോക്കി നിന്നുപോയി കല്യാണി. വാ, ദേ ഒരു ഓട്ടോ വരുന്നു, ഓട്ടോയ്ക്ക് പോകാം. കല്യാണിയുടെ കൈയും പിടിച്ച് ബസ് സ്റ്റോപ്പിൽ നിന്നും ഇറങ്ങി റോഡിൻ്റെ സൈഡിലേക്ക് വരുണ വന്നു. കൈ നീട്ടേണ്ട താമസം ഓട്ടോ അവരുടെ മുന്നിൽ വന്ന് നിർത്തി. വാ, നീ കയറുന്നില്ലേ? ഓട്ടോയിൽ കയറാതെ മടിച്ചു നിൽക്കുന്നവളെ വരുണ നോക്കി. ഏട്ടനോട് പറഞ്ഞില്ല. ഓട്ടോയിലേക്ക് കയറാതെ ശങ്കിച്ചു നിന്നവൾ വരുണയോട് പറഞ്ഞു. എന്തു പറയാൻ? വരുണയ്ക്ക് സംശയമായി. ഓട്ടോയിൽ പോകുന്നത്. ദേ പെണ്ണെ, മിണ്ടാതെ കയറിക്കോണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നെ ഇട്ടിട്ട് പോകും. പറയുന്നതിനോടൊപ്പം കല്യാണിയെ ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി വരുണ. എൻ്റെ ഈശ്വര, ഇങ്ങനെയൊരു പെണ്ണോ? വരുണ തലയ്ക്കടിച്ചുപോയി. വരുണയും കല്യാണിയും ക്ലാസ്സിലേക്ക് വന്നതും കണ്ടു രമ്യ തങ്ങളെ കാത്തിരിക്കുന്നത്. നീ നേരത്തെ എത്തിയോ? സീറ്റിലേക്ക് ഇരിക്കുന്നതിന് മുൻപ് വരുണ രമ്യയെ നോക്കി. അച്ഛൻ്റെ കൂടെ വന്നതാ. നിങ്ങളെന്താ ലേറ്റായേ? ചോദിച്ചതിന് മറുപടി നൽകുന്നതിനോടൊപ്പം വരുണയുടെ തൊട്ടരികിലിരിക്കുന്ന കല്യാണിയെയും നോക്കി രമ്യ. രമ്യയ്ക്ക് പുഞ്ചിരി കൈമാറിയതേയുള്ളൂ കല്യാണി. ബസ്സില്ല, ഓട്ടോയിലാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത്. രമ്യ ചോദിച്ചിട്ടും കല്യാണി മറുപടി കൊടുക്കാതിരുന്നപ്പോൾ വരുണ കാര്യം പറഞ്ഞു. ഇന്നും മൗനവ്രതമാണോ? കല്യാണിയോട് രമ്യ തമാശ രൂപേണ ചോദിച്ചതും വരുണയും കല്യാണിയെ നോക്കി. മറുപടി ഒന്നും പറയാതെ രണ്ടുപേരെയും നോക്കി ചിരിച്ചതേ ഉള്ളൂ പെണ്ണ്. എല്ലാവരുമായി ഇണങ്ങി വരാൻ പെണ്ണ് സമയമെടുക്കും. ഈ 21 വർഷക്കാലവും അവൾ ജീവിച്ച സാഹചര്യമാണ് ഇന്ന് ഒരാളോടും തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ പെണ്ണിനെ എത്തിച്ചത്. ദേ സാറ് വരുന്നുണ്ട്. വരാന്തയിലൂടെ കയ്യിലൊരു ബുക്കുമായി വരുന്ന വിഘ്നേഷിനെ കണ്ടതും രമ്യ രണ്ടുപേരോടും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കിയിരുന്നു. വരുണ അലസമായി ഒന്ന് മൂളിയതേയുള്ളൂ. അപ്പോഴേക്കും ക്ലാസ്സിലേക്ക് കയറിയിരുന്നു വിഘ്നേഷ്. കയ്യിലുള്ള പുസ്തകം മേശയുടെ മുകളിലേക്ക് വെച്ചുകൊണ്ട് അവൻ എല്ലാ സ്റ്റുഡൻസിനെയും നോക്കി. എല്ലാവരും സാറിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വരുണ മാത്രം മറ്റെവിടേക്കോ മുഖം പായിച്ചിരിപ്പാണ്. എല്ലാവരെയും കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. അപ്പോൾ ഇന്ന് തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ സ്റ്റുഡൻസിനോടും പറഞ്ഞുകൊണ്ട് അവൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ചെറിയ സമയം കൊണ്ട് തന്നെ അവൻ്റെ ക്ലാസ് എല്ലാ സ്റ്റുഡൻസിനും നല്ലതുപോലെ ഇഷ്ടമായി. കല്യാണിയും സാറിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്നാൽ വരുണ ഒരു നോട്ടം കൊണ്ടുപോലും തൻ്റെ ഏട്ടനെ ശ്രദ്ധിച്ചില്ല. വരുണയുടെ ഏട്ടനാണെന്ന് അറിഞ്ഞതും കല്യാണം കഴിഞ്ഞതാണെന്നും അറിഞ്ഞതുകൊണ്ടും രമ്യ പിന്നെ സാറിനെ വായി നോക്കാൻ പോയില്ല. എന്നാലും മറ്റുള്ള സ്റ്റുഡൻസൊക്കെ നന്നായി അവനെ സ്കാൻ ചെയ്യുന്നുണ്ട്. വരുണയും രമ്യയും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും നോക്കിയിരിപ്പേ ഉണ്ടാകൂ എന്നർത്ഥത്തിൽ വരുണയും രമ്യയും പരസ്പരം നോക്കി ചിരിച്ചു. വിഘ്നേഷിൻ്റെ ക്ലാസ് കഴിഞ്ഞതും അടുത്തതായി ക്ലാസ് എടുക്കാൻ വന്നത് സുധ ടീച്ചറായിരുന്നു. മലയാളത്തിൻ്റെ പ്രധാന അധ്യാപികയാണ് സുധ ടീച്ചർ. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെയാണ് താനൊരു ബുക്ക് എടുക്കാൻ മറന്നെന്ന് ടീച്ചർക്ക് മനസ്സിലായത്. സുധ ടീച്ചർ കുറച്ച് പ്രായം ചെന്ന അധ്യാപികയാണ്. റിട്ടയർഡായിട്ടും താൽക്കാലികമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. കല്യാണി. സുധ ടീച്ചർ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കല്യാണിയെ വിളിച്ചു. പെട്ടെന്ന് തന്നെ ടീച്ചർ വിളിച്ചതും അവൾ ഞെട്ടലോടെ ടീച്ചറെ നോക്കിക്കൊണ്ട് പതിയെ എഴുന്നേറ്റു. ലൈബ്രറിയിൽ പോയി ഒറ്റമന്താരം എടുത്തു വരുമോ? സുധ ടീച്ചർ ചോദിച്ചതും അവൾ ശരിയെന്ന മട്ടിൽ തലയാട്ടി. ഒപ്പം വരുണയും രമ്യയും അവൾ നോക്കുകയും ചെയ്തു. ആദ്യമായി ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ട് അനുസരിക്കാതിരുന്നാൽ മോശമല്ലേ എന്ന് കരുതി രണ്ടുപേരെയും ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവൾ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി ലൈബ്രറിയിലേക്ക് നടന്നു. കഴിഞ്ഞ ദിവസം തന്നെ വരുണ ഏകദേശം കോളേജിനെക്കുറിച്ചുള്ളൊരു രൂപം തന്നതുകൊണ്ട് ലൈബ്രറി കണ്ടുപിടിക്കാൻ അവൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഒറ്റമന്താരം സുധ ടീച്ചർക്ക് വേണമെന്ന് ലൈബ്രറിയിൽ ഇരിക്കുന്ന കണ്ണൻ മാഷിനോട് പതിഞ്ഞ ശബ്ദത്തിൽ കല്യാണി ചോദിച്ചു. മാഷേ. കണ്ണൻ മാഷ് ചെയറിൽ നിന്നും എഴുന്നേറ്റ് കുറച്ചകലെയായി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന വിഘ്നേഷിനെ വിളിച്ചു. പെട്ടെന്ന് കണ്ണൻ മാഷ് വിളിച്ചതും അവൻ എന്താണെന്ന അർത്ഥത്തിൽ തലയുയർത്തി നോക്കി.
സുധ ടീച്ചർക്ക് ഒറ്റമന്താരം വേണം. ഞാൻ ഒന്ന് പോയി വരാം. മാഷ് കുട്ടിക്ക് പുസ്തകം എടുത്തു കൊടുക്കുമോ? ആ മാഷേ, മാഷ് പോയി വാ. പുസ്തകങ്ങളുടെ അടുത്തു നിന്നും മുന്നോട്ട് വന്ന മാഷിനോട് പറയുന്നതിനോടൊപ്പം ഇപ്പോഴും തലതാഴ്ത്തി നിൽക്കുന്ന കല്യാണിയെ വിഘ്നേഷ് ഒന്ന് പാളി നോക്കി. കണ്ണൻ മാഷ് പോയതും ലൈബ്രറിയിൽ ഇപ്പോൾ വിഘ്നേഷും കല്യാണിയും മാത്രമേ ഉള്ളൂ. ഒറ്റമന്താരം താ ആ ഭാഗത്താണുള്ളത്. പറയുന്നതിനോടൊപ്പം വിഘ്നേഷ് കൈ ചൂണ്ടി. അവൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് മുഖമുയർത്തി കല്യാണി നോക്കി. ഒരുപാട് പുസ്തകങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരിടം. അതിൽ നിന്നും എങ്ങനെ താൻ കണ്ടുപിടിക്കും? അവൾ പുസ്തകക്കെട്ടിലേക്കും വിഘ്നേഷിനെയും ഒന്ന് നോക്കി. വാ, ഞാൻ എടുത്തു തരാം. അവളോട് പറയുന്നതിനോടൊപ്പം കയ്യിലെ പുസ്തകം അവിടെയുള്ള മേശയുടെ മുകളിലേക്ക് വെച്ച് അവൻ ഒറ്റമന്താരത്തിനായി പുസ്തകക്കെട്ടുകളുടെ ഭാഗത്തേക്ക് പോയി. അവൻ്റെ പുറകെ കല്യാണിയും. വിഘ്നേഷ് ഒറ്റമന്താരം തിരയുമ്പോൾ അവൾ അവിടെയുള്ള പുസ്തകങ്ങളിലൊക്കെ കണ്ണുകൾ നട്ടു. ഇവിടെ വലിയൊരു പുസ്തക ശേഖരണമുണ്ടെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഇവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെന്ന് അവൾക്ക് തോന്നി. പുസ്തകങ്ങളിലേക്ക് നോട്ടം പായിച്ചിരിക്കുന്നവളുടെ നേർക്ക് ഒറ്റമന്താരം നീട്ടി വിഘ്നേഷ്. താങ്ക് യു സർ. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കയ്യിലുള്ള പുസ്തകം അവൾ വാങ്ങിച്ചു. ഒപ്പം അവിടെ നിന്നും ഇറങ്ങാൻ പോയതും പുറകിൽ നിന്നും വിഘ്നേഷ് വിളിച്ചു. അവൻ വിളിച്ചതും അപ്പോൾ തന്നെ അവൾ തിരിഞ്ഞു നോക്കി. താൻ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇന്നലെ കല്യാണിയെ കണ്ടതു മുതലുള്ള സംശയം തീർക്കാനായി വിഘ്നേഷ് ചോദിച്ചു. അവൾ അവൻ്റെ മുഖത്ത് നോക്കി ഇല്ല എന്ന മട്ടിൽ തലയാട്ടി. ഒന്ന് ഓർത്തു നോക്കിയേ. ഇപ്പോൾ അവളുടെ മുന്നിലായി വന്നു നിൽക്കുകയാണവൻ. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല സാറിനെ. ഞാൻ പൊയ്ക്കോട്ടെ? അവന് മറുപടി നൽകുന്നതിനോടൊപ്പം പോകാനുള്ള അനുവാദവും അവൾ ചോദിച്ചു. യെസ്, യു ഗോ. പോകാൻ പറയേണ്ട താമസം ഒറ്റമന്താരം മാറോടടക്കി പിടിച്ച് അവൾ ക്ലാസ് റൂമിലേക്ക് നടന്നു. അവൾ പോയി കഴിഞ്ഞിട്ടും അവൻ്റെ സംശയം മനസ്സിൽ നിന്നും വിട്ടുമാറിയതേയില്ല. ഉറപ്പാണ്, ആ പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ മനസ്സ് വീണ്ടും മന്ത്രിച്ചു. ഒറ്റമന്താരം സുധ ടീച്ചറുടെ കൈകളിലേക്ക് കൊടുത്ത് അവൾ തൻ്റെ സീറ്റിലേക്ക് വന്നിരുന്നു. എന്താണ് ഇത്ര ലേറ്റായത്? പതിഞ്ഞ ശബ്ദത്തിൽ കല്യാണി കേൾക്കാൻ പാകത്തിൽ വരുണ ചോദിച്ചു. പുസ്തകം തിരയായിരുന്നു. അവളും പതിഞ്ഞ ശബ്ദത്തിൽ വരുണയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ടീച്ചറുടെ ക്ലാസ് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴും വിഘ്നേഷ് ചോദിച്ച അതേ ചോദ്യം അവളിലും ഉളവായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ തൻ്റെ നാട് വിട്ട് ഇതുവരെ പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ തൻ്റെ നാട്ടിൽ വെച്ചായിരിക്കുമോ സാറിനെ കണ്ടത്? അല്ലെങ്കിൽ തൻ്റെ തോന്നലാവോ? ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ കുറേ ചോദ്യങ്ങൾ മാത്രമായിരുന്നു. വൈകുന്നേരവും ബസ്സില്ലാത്തത് കൊണ്ട് ഓട്ടോയിലാണ് രണ്ടുപേരും വന്നത്. അതിൻ്റെ ആശ്വാസം നല്ലതുപോലെ കല്യാണിക്കുണ്ട്. ബസ് സ്റ്റോപ്പിലെത്തിയതും വരുണ അവിടെ ഇറങ്ങി. കുറച്ച് മുന്നോട്ട് പോയി ഫ്ലാറ്റിൻ്റെ മുന്നിലായി കല്യാണിയും ഇറങ്ങി. ഓട്ടോയ്ക്ക് പൈസയും കൊടുത്ത് അവൾ വേഗം ഫ്ലാറ്റിലേക്ക് വന്നു. ഇന്ന് ഫ്ലാറ്റിൽ കയറുമ്പോൾ മിത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനന്തൻ ഉണ്ടായിരുന്നില്ല. ഫ്ലാറ്റിലേക്ക് കയറിയവൾ ചുറ്റും നോക്കിയെങ്കിലും അനന്തനെ കാണാതായതും അവൾ നേരെ കിച്ചണിലേക്ക് നടന്നു. മിത്രേച്ചി, ഏട്ടൻ എവിടെ പോയി? തനിക്ക് വേണ്ടി കോഫി എടുക്കുന്ന മിത്രയുടെ അടുത്തേക്ക് കല്യാണി വന്നു. ലൈബ്രറിയിൽ കയറണമെന്ന് പറഞ്ഞിരുന്നു. നീ വേഗം ഫ്രഷായി വാ, നമുക്ക് വരുണയുടെ വീട് വരെ പോയി വരാം. കല്യാണിക്ക് നേരെ കോഫി കപ്പ് നീട്ടിക്കൊണ്ട് മിത്ര പറഞ്ഞതും അവൾ നിറഞ്ഞ മനസ്സാലെ കോഫി കപ്പ് വാങ്ങിക്കുന്നതോടൊപ്പം തലയാട്ടുകയും ചെയ്തു. കല്യാണി ഫ്രഷായി വന്നതും രണ്ടുപേരും ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി വരുണയുടെ വീട് ലക്ഷ്യമാക്കി വന്നു. ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് ആ റോഡിലൂടെ പോയ രണ്ടാമത്തെ വീടാണ് വരുണയുടേത്. ചേച്ചി, ഇവിടെയാ. വരുണയുടെ വീടിൻ്റെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് കല്യാണി പറഞ്ഞതും മിത്രയും ആ വീട്ടിലേക്ക് നോട്ടം പായിച്ചു. വലിയ ഇരുനില വീട്. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും അത് പുതിയ വീടാണെന്ന്. രണ്ടുപേരും ഗേറ്റ് കടന്ന് ആ വീടിൻ്റെ മുന്നിലേക്ക് പ്രവേശിച്ചു. വീടിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ട് അവർ അവിടെയുള്ള കോളിംഗ് ബെൽ അടിച്ചു. അല്പസമയം കഴിഞ്ഞതും സാരിത്തുമ്പിൽ കൈകൾ തോർത്തിക്കൊണ്ട് സൗദാമിനിയമ്മ പുറത്തേക്ക് വന്നു. ഇതുവരെ പരിചയമില്ലാത്ത മുഖങ്ങൾ പുറത്തു നിൽക്കുന്നത് കണ്ടതും സൗദാമിനിയമ്മ സംശയത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു. ആരാ, മനസ്സിലായില്ല? സംശയത്തോടെയാണെങ്കിലും ചെറുപുഞ്ചിരി സൗദാമിനിയിൽ വിരിഞ്ഞിട്ടുണ്ട്. വരുണയുടെ ക്ലാസ്മേറ്റാണ് കല്യാണി. കല്യാണിയെ ചൂണ്ടിക്കൊണ്ട് മിത്ര പറഞ്ഞതും സൗദാമിനി നിറഞ്ഞ സന്തോഷത്തോടെ കല്യാണിയെ നോക്കി. വാ മോളെ. സ്നേഹത്തോടെ കല്യാണിയെ അകത്തേക്ക് ക്ഷണിച്ചു. ഒപ്പം മിത്രയും. വാ, ഇരിക്കൂ കേട്ടോ, ഞാൻ വീണിയെ വിളിച്ചു വരാം. രണ്ടുപേരോടും പറയുന്നതിനോടൊപ്പം സൗദാമിനിയമ്മ വേഗം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും സൗദാമിനിയമ്മ വരുണയും കൂട്ടി താഴേക്ക് വന്നു. ഏയ്, ഇതെന്താ പ്രതീക്ഷിക്കാതെ? അതിശയത്തോടെയും പുഞ്ചിരിയോടെയും വരുണ വേഗം കല്യാണിയുടെ അടുത്തേക്ക് വന്നു.
ചേച്ചി നിന്നെ പരിചയപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ എപ്പോഴത്തെയും പോലെ അവളുടെ സംസാരം പതിഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു. അതെയോ? കല്യാണി അങ്ങനെ പറഞ്ഞതും മിത്രയെ നോക്കി ചിരിച്ചു വരുണ. നിങ്ങൾ സംസാരിച്ചിരിക്കും മക്കളെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അമ്മ മൂവരോടും പറഞ്ഞുകൊണ്ട് വേഗം അടുക്കളയിലേക്ക് പോയി. നീ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അവരുടെ അടുത്തുള്ള സെറ്റിയിലേക്ക് വരുണയും ഇരുന്നു. ഇല്ല, ഇവക്കറിയില്ലായിരുന്നു ഇവിടേക്ക് വരുന്ന കാര്യം. ഏട്ടനില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് കരുതി. പിന്നെ തന്നെ പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എനിക്ക് തന്നെ വിളിച്ചു അറിയിക്കാമല്ലോ. 2 ദിവസം കൊണ്ട് കല്ലുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ വരുണ. ചേച്ചി, 2 ദിവസം കൊണ്ട് ഈ പെണ്ണിന് വെള്ളം കുടിപ്പിച്ചു. ചേച്ചി പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം കല്യാണിയെ. അടുത്തിരിക്കുന്നവളെ പതിയെ തട്ടിക്കൊണ്ട് വരുണ പറഞ്ഞതും മിത്രയുടെ മുഖത്തും ആശ്വാസമായി. അനന്തനോട് കലപില കൂടി കല്യാണിയെ തനിച്ചു വിടുന്നുണ്ടെങ്കിലും മിത്രയ്ക്കും ചെറിയ ഭയമില്ലാതെ ഇരുന്നില്ല കല്യാണിയുടെ കാര്യത്തിൽ. അതുകൊണ്ടുകൂടിയാണ് എത്രയും പെട്ടെന്ന് വരുണയെ കണ്ട് സംസാരിക്കണമെന്ന് മിത്ര നിശ്ചയിച്ചത്. മോളെക്കുറിച്ച് തന്നെയായിരുന്നു 2 ദിവസം ഇവളുടെ സംസാരം. എനിക്ക് മോളെ കാണുമെന്ന് തോന്നിയിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് വരാമെന്ന് കരുതി നിൽക്കുകയായിരുന്നു. മൂവർക്കുമുള്ള ജ്യൂസുമായി സൗദാമിനിയമ്മ വരുന്നതിനോടൊപ്പം മിത്രയോടും കല്യാണിയോടുമായി പറയുകയാണ്. അമ്മയ്ക്ക് അങ്ങനെയാ, ആരെക്കുറിച്ചെങ്കിലും ഞാനോ ഏട്ടനോ ഇവിടെ വന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെ കാണണം. അമ്മയുടെ കയ്യിൽ നിന്നും ജ്യൂസ് ഗ്ലാസ് എടുത്തുകൊണ്ട് വരുണ കളിയാലെ പറഞ്ഞു. ഹേയ്, അങ്ങനൊന്നും ഇല്ല കേട്ടോ, എനിക്ക് മോളെ ശരിക്കും കാണണമെന്ന് തോന്നിയിരുന്നു. കല്യാണിയുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ മുടിയിൽ തഴുകി സൗദാമിനിയമ്മ. ചോദിക്കാൻ വിട്ടു, ഇവിടെ ഇവരുടെ സാറ്? കല്ലു പറഞ്ഞു വരുണയുടെ ഏട്ടനാണ് ഇവരുടെ അധ്യാപകനെന്ന്. അല്പം ജ്യൂസ് ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് മിത്ര ഓരോ കുശലാന്വേഷണത്തിലേക്ക് കടന്നിരുന്നു. അവൻ എത്തിയിട്ടില്ല, ഇന്ന് വൈകുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയിട്ടാണോ നാട്ടിൽ നിന്ന് ഇവിടേക്ക് പോകുന്നത്? അതെ, എനിക്ക് ഇവിടെയുള്ള ബാങ്കിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അനന്തേട്ടനും ഇവിടത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു. സൗദാമിനിയമ്മ ചോദിച്ചതിന് മിത്ര മറുപടി നൽകി. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക, ഞങ്ങളിപ്പോൾ വരാം. രണ്ടുപേരും നാട്ടുവിശേഷങ്ങളിലേക്ക് കടന്നതും വരുണ വേഗം കല്ലുവിനെയും കൂട്ടി തൻ്റെ റൂമിലേക്ക് പോയി. അല്ല, നാട്ടിലെവിടെയാ? ഞങ്ങൾ മാന്തുരുത്തിയിലായിരുന്നു. ഇവനിവിടേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഇങ്ങു പോന്നു. ഞങ്ങൾ കാടാച്ചിറ. മുഴുവൻ ജ്യൂസും കുടിച്ചുകൊണ്ട് ഗ്ലാസ് ട്രേയിലേക്ക് വെക്കുന്നതിനിടെ മിത്ര പറഞ്ഞു. കാടാച്ചിറയോ? ആ സ്ഥലപ്പേര് കിട്ടതും സൗദാമിനിയമ്മയുടെ മുഖമൊന്ന് വാടി. അറിയോ? കാടാച്ചിറ വന്നിട്ടുണ്ടോ? ആ വന്നിട്ടുണ്ട്. പതുങ്ങലോടെ മിത്രയ്ക്ക് മറുപടി നൽകി സൗദാമിനിയമ്മ. ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത സ്ഥലപ്പേരായിരുന്നു അത് സൗദാമിനിയമ്മയ്ക്ക്. മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ തന്ന നാട്. അപ്പോൾ നാട്ടിൽ വേറെ ആരുമില്ലേ? ഏട്ടൻ്റെ ഏട്ടത്തിയുടെയും കൂടി കല്യാണി വന്നെന്ന് കേട്ടപ്പോൾ സൗദാമിനിക്ക് സംശയമായി. ഉണ്ട്, അനന്തേട്ടൻ്റെ അമ്മയുണ്ട്. ചെറിയ ഫാമിലി പ്രോബ്ലംസ്, അതുകൊണ്ട് കല്യാണിയും ഞങ്ങളെയും കൂട്ടി. അപ്പോൾ അമ്മ തനിച്ചാകില്ലേ? ചോദ്യത്തോടെ മിത്രയെ നോക്കി സൗദാമിനി. അതൊന്നും പ്രശ്നമില്ല, അവിടെ ജോലിക്കാരികളുണ്ട്. പിന്നെ അനന്തേട്ടനും കല്ലുവും ഒരച്ഛൻ്റെ മക്കളാണ്, അമ്മ രണ്ടും. അതിൻ്റെ ചില ഇഷ്യൂസ് ഉണ്ട്. കൂടുതൽ പറയാൻ മിത്രയ്ക്ക് തോന്നിയില്ല. തങ്ങളുടെ കുടുംബകാര്യം പുറത്തു പറയുന്നത് ശരിയല്ലല്ലോ. അതുമല്ല, അനന്തേട്ടനും പറഞ്ഞിട്ടുണ്ട് കല്യാണിയുടെ കല്യാണക്കാര്യം ആരോടുമായി ചർച്ച ചെയ്യരുതെന്ന്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം മിത്ര ആ വിഷയങ്ങളൊക്കെ ഒഴിവാക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ ലോകം. ഇഷ്ടമായോ? കല്യാണിയും കൊണ്ട് റൂമിലേക്ക് എത്തിയ അവൾ ബെഡിലേക്ക് വീണു. വാടി, ഇവിടെ കിടക്ക്. തൻ്റെ അടുത്തും നിൽക്കുന്നവരുടെ കൈകളിൽ പിടിച്ചു വലിച്ച് കല്യാണിയെയും ബെഡിലേക്ക് ഇട്ടു വരുണ. അതേസമയം അവൾ ആ റൂം മുഴുവനും നോക്കുകയായിരുന്നു. നിറത്തിൽ മുഴുവനായി അലങ്കരിച്ചിരിക്കുന്ന മുറി കാണാൻ നല്ല ഭംഗിയുണ്ട്. മുറിയിലെ കർട്ടൻ പോലും പിങ്ക് കളർ. ആ മുറി ആകെ വീക്ഷിക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് കടന്നു പോകുന്നത് വംശിയുടെ മുറിയായിരുന്നു. ഈ മുറി പോലെ ആ മുറിയും പിങ്ക് നിറത്താൽ അലങ്കരിച്ചിട്ടുള്ളതായിരുന്നു. രാത്രിയിൽ പിടഞ്ഞെളിയുമ്പോഴും ആ പിങ്ക് നിറത്തിലുള്ള കർട്ടനുകൾ ആടി ഉലയുന്നത് ഇപ്പോഴും അവളുടെ കണ്ണുകളിലുണ്ട്. തന്നിലെ മാംസത്തെ കടിച്ചു മുറിക്കുന്ന വംശിയുടെ മുഖം വീണ്ടും വീണ്ടും അവളുടെ ഓർമ്മകളിലേക്കെത്തി. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ആ ദുരിതപൂർണമായ ജീവിതം മനസ്സിലേക്ക് കടന്നു വന്നതും അവളൊന്ന് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. എന്താടി? പെട്ടെന്ന് വെപ്രാളത്തോടെ എഴുന്നേറ്റവളെ കണ്ടതും വരുണ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു. എനിക്ക് പേടിയാവുന്നു വംശിയേട്ടൻ. വംശിയേട്ടനോ? അതാരാ? പേടിയോടെ തന്നെ നോക്കുന്ന കല്ലുവിനെ സംശയത്തോടെ വരുണ നോക്കി. പെട്ടെന്ന് വരുണയിൽ നിന്നും ആ ചോദ്യം വന്നപ്പോഴാണ് കല്യാണി സ്വബോധത്തിലേക്ക് വന്നത്. ആരെ വംശിയേട്ടൻ? നീ എന്തിനാ അയാളെ പേടിക്കുന്നത്?
ചോദ്യത്തോടെയും സംശയത്തോടെയും കല്ലുവിനെ നോക്കി വരുണ. കല്ലുവിൻ്റെ മുഖത്തെ പരിഭ്രാന്തിയും ഭയവും വരുണയ്ക്കും മനസ്സിലാകുന്നുണ്ട്. അത് പിന്നെ ഞാൻ എന്തോ ഓർത്തായിരുന്നു. ഞാൻ പൊക്കോട്ടെ. വരുണയുടെ മുന്നിൽ കൂടുതൽ നേരം നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ ഇരുന്നിടത്ത് നിന്ന് വേഗം എഴുന്നേറ്റതും വരുണ കല്ലുവിൻ്റെ കയ്യിൽ പിടിച്ച് വീണ്ടും ബെഡിലേക്ക് ഇരുത്തി. എവിടെ പോവാൻ? ഞാൻ നിനക്ക് സാധനം കാണിച്ചു തരാം. വിഷയം മാറ്റാൻ എന്നോണം, കല്യാണിയുടെ മുഖത്തെ പരിഭ്രാന്തി മാറ്റാൻ എന്നോണം വരുണ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. അപ്പോഴും വരുണയ്ക്കുറപ്പുണ്ടായിരുന്നു കല്യാണി തന്നിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കാൻ നോക്കുകയാണെന്ന്. അവളുടെ ആ പതിഞ്ഞ സ്വഭാവത്തിൽ പോലും പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വരുണയ്ക്ക് തോന്നി. പക്ഷെ അവൾ കൂടുതൽ കല്യാണിയെ ചോദ്യം ചെയ്യാൻ നിന്നില്ല. സമയമുണ്ടല്ലോ, പതിയെ ചോദിച്ചറിയാമെന്ന് അവളും കരുതി. അപ്പോഴും അവളുടെ മനസ്സിൽ ആ ഒരു പേര് തന്നെ കിടന്നുഴറി, വംശി. തന്നോട് പറഞ്ഞുകൊണ്ട് വരുണ റൂമിലെ ഡോറും തുറന്ന് പുറത്തേക്ക് പോയതും പെയ്തൊഴിയാൻ നിന്ന കണ്ണുനീർ കല്യാണിയിൽ നിന്നും ഇറ്റു വീണിരുന്നു. മറക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ വീണ്ടും മനസ്സിലേക്ക് വന്നതും പെണ്ണിനെ വല്ലാതെ ആക്കിയിട്ടുണ്ട്. ജീവനുള്ളിടത്തോളം കാലം ആ രാത്രികൾ തന്നെ ഭയത്തിലാക്കുമെന്ന് അവൾക്കിപ്പോൾ ഉറപ്പായി. അല്പസമയം കഴിഞ്ഞതും ഒരു പൊതിയുമായി വരുണ വീണ്ടും റൂമിലേക്ക് വന്നു. വരുണ കാണാതെ തൻ്റെ നിറഞ്ഞു തൂവിയ മിഴികൾ അമർത്തി തുടച്ച് ചെറുപുഞ്ചിരി വരുണയ്ക്ക് നേരെ ഉയർത്തിക്കാട്ടി കല്യാണി. ഒപ്പം കല്യാണിയുടെ കണ്ണുകൾ വരുണയുടെ കയ്യിലുള്ള പൊതിയിലേക്ക് ചെന്നെത്തി. നോക്കിയേ. കയ്യിലുള്ള പൊതിക്കെട്ടഴിച്ച് വരുണ കല്യാണിക്ക് നേരെ നീട്ടി. എനിക്കിഷ്ടമല്ല. വരുണയുടെ കയ്യിലുള്ള റംബൂട്ടാനിലേക്ക് നോക്കി കല്യാണി മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞതും വരുണയുടെ മുഖം വാടി. ഇവിടെ ഉണ്ടായതാ. നിന്നെപ്പോലെ തന്നെ ഏട്ടനും ഇതിഷ്ടമല്ല. ദാ ഞാൻ തന്നെ തീർക്കണം. എനിക്ക് വലിയ ഇഷ്ടമാണ്. പറയുന്നതിനോടൊപ്പം പൊതിയിൽ നിന്നും ഒരു റംബൂട്ടാൻ എടുത്ത് തൊലി കളഞ്ഞ് അവൾ വായിലേക്കിടുകയും ചെയ്തു. ഇവിടെ ഞാൻ കണ്ടില്ലല്ലോ. പുറത്തൊന്നും റംബൂട്ടാൻ്റെ മരമുള്ളത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലല്ലോ എന്ന ചിന്തയിലായിരുന്നു കല്യാണി. കുഞ്ഞു ചെടിയാ, വാ മോളിലുണ്ട്. പറയുന്നതിനോടൊപ്പം കല്യാണിയുടെ കൈയും പിടിച്ച് വരുണ റൂമിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു. അയ്യോ, ഞാൻ ചേച്ചിയെ കൂട്ടി വരാം. നീ ടെറസിലേക്ക് നടന്നോ. ടെറസിലേക്ക് കയറുന്ന പടികളെത്തിയതും മിത്രേച്ചിക്കും എല്ലാം കാണിച്ചു കൊടുക്കാമെന്ന ഉദ്ദേശത്തോടെ ചേച്ചിയെയും കൂട്ടി വരാമെന്ന ചിന്തയോടെ വരുണ കല്യാണിയുടെ മുകളിലേക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് താഴേക്ക് വേഗം പോന്നു. ഓടിപ്പോകുന്ന വരുണയെ നോക്കിക്കൊണ്ട് കല്യാണി ടെറസിലേക്കുള്ള പടികൾ കയറി വാതിലും തുറന്ന് ടെറസിലേക്ക് ഇറങ്ങി. കല്യാണി ടെറസിലേക്ക് കയറിയതും ഒരു അത്ഭുത ലോകത്തെത്തിയതുപോലെയാണ് അവൾക്ക് തോന്നിയത്. പലതരം പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ ഒരു ചെറിയ കൃഷിത്തോട്ടം. വീടിൻ്റെ പിറകുവശത്തായിട്ടുള്ള ഭാഗത്താണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മുൻവശത്തായി ഈ സംഭവങ്ങളൊന്നും കാണാൻ കഴിയില്ല. കൺമുന്നിലുള്ള കാഴ്ചകൾ അത്രയും നേരം കലങ്ങിയിരുന്ന മനസ്സ് ആക്കുന്നത് അവൾ അറിഞ്ഞു. താഴേക്കെത്തിയ വരുണ കാണുന്നത് അമ്മയോടൊപ്പം അടുക്കള വശത്തുള്ള പച്ചക്കറിത്തോട്ടം കാണുന്ന മിത്രയെയാണ്. അവളും അവരുടെ ഒപ്പം കൂടി ഓരോന്നിൻ്റെ കഥ പറഞ്ഞ് ഓരോന്നും കാണിച്ചു കൊടുത്ത് വരുണയും ഏറെ സമയം അവരുടെ ഒപ്പം തന്നെ ചിലവഴിച്ചു. മുകളിൽ കല്യാണിയെ നിർത്തിപ്പോകുന്നത് അവൾ ആ സമയം ഓർത്തതേയില്ല. ഓരോന്ന് നോക്കി കണ്ടു നിൽക്കുമ്പോഴായിരുന്നു തൻ്റെ പിറകിൽ ആരോ നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞ് കല്യാണി തിരിഞ്ഞു നോക്കിയത്. എന്നാൽ കൈ രണ്ടും കെട്ടി ഇപ്പോഴും കോളേജിലേക്ക് പോയ അതേ വേഷത്തിൽ നിൽക്കുന്ന സാറിനെ കണ്ടതും അവൾ ചിരിച്ചു എന്ന് വരുത്തി. ഒപ്പം അവൾ അവൻ്റെ പിറകിലേക്ക് നോക്കുകയും ചെയ്തു. വരുണ വരുന്നുണ്ടോ എന്ന് നോക്കാൻ. തനിച്ചാണോ വന്നത്? ഗൗരവമേറിയ അവൻ്റെ ചോദ്യം. എന്ത്? താൻ എങ്ങനെ ഇവിടേക്ക് വന്നത്? അവൾ മൂളിയതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ അവൻ പിരികം ചൊളിച്ചു. ചേച്ചിയോടൊപ്പം. ആ. അടുക്കള വശത്ത് നിന്ന് ശബ്ദം കേട്ടത് കല്യാണിയുടെ ചേച്ചിയുടേതാണെന്ന് ഇപ്പോൾ വിഘ്നേഷിന് മനസ്സിലായി. അകത്തേക്ക് കയറുമ്പോൾ ഹാളിലൊന്നും ആരെയും കാണാത്തതുകൊണ്ട് അവൻ അടുക്കള വശത്തേക്ക് ചെന്നതായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് അമ്മയുടെയും വരുണയുടെയും ഒപ്പം മറ്റൊരാളുടെയും ശബ്ദം കേട്ടതും അവൻ തിരിച്ച് മുകളിലേക്ക് വന്നതാണ്. എന്നാൽ ടെറസിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ട് കയ്യിലുള്ള ബാഗ് അവിടെയുള്ള ടീപ്പോയിലേക്ക് വെച്ച് അവൻ ടെറസിലേക്ക് വന്നതും കാണുന്നത് ഓരോന്നും നോക്കിക്കാണുന്ന കല്യാണിയെയാണ്. ഞാൻ പൊക്കോട്ടെ. പറയുന്നതിനോടൊപ്പം അവൾ മെല്ലെ അവൻ്റെ അടുത്ത് നിന്നും നീങ്ങി. തൻ്റെ വീട് കാടാച്ചിറയാണോ? തന്നെയും മറികടന്ന് പോയവളുടെ നേർക്ക് വിഘ്നേഷ് ചോദിച്ചു. എന്നാൽ അവൻ അങ്ങനെ ചോദിച്ചതും പോകാൻ നിന്നിടത്തു നിന്നും അവൾ നിന്നു. ചെമ്പകശ്ശേരിയിലെ അനന്തൻ്റെ സഹോദരിയാണ് താൻ. അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഗൗരവമേറിയ ചോദ്യമായിരുന്നു അവൻ്റേത്. അങ്ങനെ വിഘ്നേഷ് ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി.